ഇലുമിനാറ്റി ലോകത്തെ രഹസ്യമായി നിയന്ത്രിക്കുന്ന നിഗൂഢമായ ഒരു സംഘടനയാണ് ഇലുമിനാറ്റി. അന്ധവിശ്വാസങ്ങൾക്കും ഭരണകൂടങ്ങളുടെ അടിച്ചമർത്തലുകൾക്കും എതിരെ പോരാടുക എന്നതായിരുന്നു ഇലുമിനാറ്റിയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഇലുമിനാറ്റി ഇന്ന് ഒരു നിഗൂഢമായ രീതിയിലാണ് അറിയപ്പെടുന്നത്. അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കി വരാം. 1776 മെയ് 1 ജർമ്മനിയിലെ ബവേറിയയിൽ ആദം വെയ്സോപ്റ്റ് എന്ന തത്വചിന്തകനാണ് ഇത് ആരംഭിച്ചത്. അന്ധവിശ്വാസവും പൊതുജീവിതത്തിൽ അമിതമായി മതപരമായിട്ടുള്ള സ്വാധീനത്തെയും എതിർക്കുവാൻ വേണ്ടിയാണ് ഇത് രൂപം കൊണ്ടത്. എന്നാൽ അധികം വൈകാതെ തന്നെ ഇലുമിനാറ്റിക്ക് സർക്കാരിന്റെ പിടി വീണു. ഇതേ തുടർന്ന് 1785 ഇലുമിനാറ്റി നിരോധിക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവഴി യഥാർത്ഥ ഇലുമിനാറ്റി എന്ന സംഘടന ഇല്ലാതായി എന്നാണ് വിശ്വാസമെങ്കിലും മറ്റൊരു ഇരുണ്ട വശം കൂടി ഇതിനുണ്ട്. അതായത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂ വേൾഡ് ന്യൂ ഓർഡർ എന്ന ആശയത്തിന് പിന്നിൽ ഇലുമിനാറ്റി ആണെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള ഇലുമിനാറ്റിയെ അപ്പോൾ ആരായിരിക്കും നിയന്ത്രിക്കുന്നത്? അത് ചില രഹസ്യമായുള്ള കുടുംബങ്ങളാണ്. അവരെയാണ് ഇലുമിനാറ്റി എന്ന് ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്നത് തന്നെ. അതിൽ പ്രധാനമായിട്ടുള്ള 2 കുടുംബങ്ങളെ പറ്റി നോക്കാം. റോത്ത്ഷൈൽഡ് ഫാമിലി. ബാങ്കിംഗ് രംഗം നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഈ കുടുംബമാണ് ഇലുമിനാറ്റിയുടെ സാമ്പത്തിക സ്രോതസ്. ബാങ്കിംഗ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഭൂരിഭാഗം ബാങ്കുകളും ഇവരുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രചരിക്കുന്നു. ബാങ്കിംഗ് ആരുടെ നിയന്ത്രണത്തിലും ആയിക്കോട്ടെ, അതിന്റെ അംശം ചെന്നെത്തുന്നത് ഈ റോത്ത്ഷൈൽഡ് കുടുംബത്തിലേക്ക് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ സകല പണമിടപാടുകളും നിയന്ത്രിക്കുന്നത് ഇവർ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കുടുംബം റോക്ക്ഫെല്ലർ ഫാമിലി. അമേരിക്കയിലെ എണ്ണ വ്യവസായത്തിലൂടെയും ബാങ്ക് ഇടപാടുകളിലൂടെയും അതിസമ്പന്നമായ കുടുംബമാണ് ഇത്. ആഗോള രാഷ്ട്രീയവും വിദ്യാഭ്യാസ സമ്പ്രദായവും ഇവരാണ് രഹസ്യമായി നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോൾ തന്നെ അറിയാമല്ലോ സകലതും അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്നത്. ഇതുപോലെ ഇനിയും കുടുംബങ്ങൾ ഉണ്ട്. ബിൽഡർബർഗ് ഗ്രൂപ്പ്. ഇത് വർഷത്തിലൊരിക്കൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളവർ, അതായത് ഇലുമിനാറ്റി മെമ്പേഴ്സ്, വളരെ രഹസ്യമായി കൂടുന്ന യോഗമാണ്. ഈ കൂട്ടായ്മ ഇലുമിനാറ്റിയുടെ ആധുനിക രൂപമാണെന്ന് പലരും കരുതപ്പെടുന്നു. റോയൽ ഫാമിലീസ്. ബ്രിട്ടീഷ് രാജകുടുംബം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജവംശങ്ങൾക്ക് ഇലുമിനാറ്റിയുമായി ബന്ധമുണ്ടെന്നും ലോകഭരണം നിലനിർത്തുവാൻ ഇവർ ഒരുമിച്ച് ഭരിക്കുന്നുവെന്നും ആരോപണങ്ങൾ ഉണ്ട്. ഈ ഇലുമിനാറ്റിയുടെ ലക്ഷ്യം ന്യൂ വേൾഡ് ഓർഡർ തന്നെയാണ്. അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരം ഇല്ലാതാക്കി ഇവരുടെ കീഴിൽ ഒരു ഒറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നത്. ഭരണമെന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാം ഉൾപ്പെടും. അവരുടെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള കാര്യങ്ങളിൽ ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഒന്ന് നോക്കിയാൽ ഭൂരിഭാഗം എല്ലായിടത്തും ഈ ഒരു അവസ്ഥ കാണാവുന്നതാണ്. ഒരേ രീതിയിലുള്ള വസ്ത്രധാരണം, മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണമുണ്ടാകുന്ന പെരുമാറ്റങ്ങളിലെ വൈകല്യങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ തെറ്റിച്ചുള്ള ജീവിത രീതി, അതായത് ദൈവവിശ്വാസം കുറഞ്ഞ് എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂ വേൾഡ് ഓർഡറിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, പണ്ടൊക്കെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നു. അവർ എല്ലാവരും ക്ലാസ് അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം തീർത്തും മാറിയിരിക്കുന്നു. അതായത് ജീവിതശൈലി മാറി. പണമുള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ ജീവിക്കുന്ന ഒരവസ്ഥ. പൂർണ്ണമായും ജോലിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ വഴിയോ, അതായത് ശരിയായ സാമ്പത്തിക സ്രോതസ്സുകൾ വഴിയോ ഒന്നുമല്ല ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പ്രൈവറ്റ് ജോബ്സ് കൂടി, പിന്നെ EMI ഓപ്ഷൻസ് എന്ന് തുടങ്ങി പല കാര്യങ്ങളും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെയും ഒരേപോലെയുള്ള ജീവിതശൈലികൾ കൊണ്ടുവരുവാൻ ഇവർക്ക് കഴിയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഭരണത്തിന് കീഴിൽ ഒരുപാട് ആൾക്കാർ വേണമെന്ന് ഇവർക്ക് നിർബന്ധമില്ല.
വളരെ ചുരുക്കം ചിലർ മാത്രം മതി. പല കാര്യങ്ങൾ നോക്കിയാലും അത് വ്യക്തമാണ്. അതായത് ഡീപോപ്പുലേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു സത്യമാണ്. ഈ ഡീപോപ്പുലേഷൻ നടക്കുന്ന ചില കാര്യങ്ങളാണ് യുദ്ധങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ, താളം തെറ്റിയ ആരോഗ്യ രീതി, ജങ്ക് ഫുഡ്, പ്രകൃതി ദുരന്തങ്ങൾ, പലതരത്തിലുള്ള വൈറസുകളുടെ ആക്രമണം എന്ന് തുടങ്ങി പലതരത്തിൽ ഇവർ ഡീപോപ്പുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. തേർഡ് വേൾഡ് വാർ തന്നെയാണ് ഈ ഒരു സാഹചര്യം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി, അതായത് 666 എന്ന സംഖ്യയും അന്തിക്രിസ്തുവും, അതേപ്പറ്റി ഈ ചാനലിൽ തന്നെ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് ചെകുത്താന്റെ നമ്പർ, വരുന്ന രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ. പിന്നെ ചെകുത്താന്റെ മുദ്രയില്ലാതെ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കാത്ത ഒരു അവസ്ഥയും. ഈ കാര്യങ്ങൾ പരസ്പരം ഒന്ന് ബന്ധിപ്പിച്ചു നോക്കിയാൽ എല്ലാം വ്യക്തമാണ്. അതായത് അവർ തന്നെ ഇലുമിനാറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നല്ല അവർ തന്നെയാണ് ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്. അതായത് അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഇലുമിനാറ്റിയുടെ കീഴിൽ തന്നെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പലർക്കും ഇതിൽ എതിരഭിപ്രായം ഉണ്ടായേക്കാം. എന്നാൽ അവരുടെ ആശയങ്ങൾ, ആ ആശയങ്ങളെ അറിഞ്ഞും അറിയാതെയും പിന്തുടർന്നു പോകുന്ന ജനങ്ങൾ, ഇതിനു മാറ്റം സംഭവിക്കുന്നുണ്ടോ? പ്രധാന കാരണം പണവും സ്വാധീനവും തന്നെയാണ്. പിന്നെ ജനങ്ങൾ സത്യം എന്തെന്നറിയാതെ ഒരേ ദിശയിൽ, അതായത് സത്യം എന്ന് പറയുമ്പോൾ എല്ലാം പെടും, അങ്ങനെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വെറും പപ്പറ്റുകളായി മാറിയതും കൊണ്ടാണ്, അതല്ലെങ്കിൽ മാറ്റിയതുകൊണ്ട്. ഇലുമിനാറ്റിയുടെ ആശയങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതറിയാവുന്ന വ്യക്തിക്ക് ഇലുമിനാറ്റി ഒരു കോൺസ്പിറസി തിയറി അല്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.